ആലോചിച്ച് നോക്കണം. ഒരു അള്ളാഹുടെ മാർഗത്തെ ദഅവത്ത് ചെയ്യാൻ വേണ്ടി 10 രൂപ സംഭാവന കൊടുക്കോ? ഇല്ല. ആ രീതിയിലുള്ള യാതൊന്നുമില്ല. നേരെ മറിച്ച് അതുകൊണ്ട് ഫ്ലക്സുകൾ വെച്ച് 1000ങ്ങളും 2000ങ്ങളും വെച്ച് പന്തയങ്ങൾ വെച്ച് ഇപ്പോ വളരെ കൃത്യമായി പത്രങ്ങളിൽ പരമ്പര തന്നെ കൊടുത്തിരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാ പത്രങ്ങളിലുണ്ട്. ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാരുടെ ഫുട്ബോൾ ആവേശം. ഇത് മലപ്പുറം ജില്ലയെ മാത്രം ഒതുങ്ങുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ മലപ്പുറത്തുകാർക്ക് കുറച്ചുകൂടെ അതിനോട് താല്പര്യമുണ്ട്. ഇസ്ലാം കായിക മേഖലകളിൽ അനുവാദം നൽകുന്നുണ്ടെങ്കിലും ഇതിങ്ങനെ കണ്ടിരിക്കാനല്ലല്ലോ. കളിച്ചോ, പാകത്തിന് ആവശ്യത്തിന് കായികപരമായിട്ടുള്ള അത്യാവശ്യം നമുക്കാകാം. അതിൽ മതിമറക്കാൻ പാടില്ല. ഇത് കളിയും വിനോദവും ആഡംബരവുമായി ജീവിതം അങ്ങ് തള്ളി നീക്കാൻ പാടില്ല. അതിൻ്റെ പേര് മരവിച്ചു പോകാൻ പാടില്ല. നേരെ മറിച്ച് നാളെ പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കണമെങ്കിൽ അവിടെ യുവാ സമൂഹത്തെ പ്രത്യേകം എടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, തന്റെ രക്ഷിതാവിനെ ആരാധിച്ചുകൊണ്ട് വളർന്നു വരുന്ന യുവാക്കളുണ്ടോ അവർക്ക് അല്ലാഹു തആല നാളെ പരലോകത്ത് അവന്റെ സിംഹാസനത്തിന്റെ അർശിന്റെ തണൽ നൽകുമെന്ന് പഠിപ്പിച്ചു. അതിലേക്ക് നമ്മളില്ല. ഇതിൽ മനുഷ്യൻ മരവിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ്. കളിയും വിനോദവും ആഡംബരവുമായി ഭൗതിക ലോക ജീവിതത്തിനെ അവൻ തള്ളിക്കളയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു പറഞ്ഞു, മനുഷ്യ ഇങ്ങനെ മതിമറക്കാനൊന്നുമില്ല. നിന്റെ ജീവിതം എന്താ? മനുഷ്യന്റെ ജീവിതം എന്താ? അള്ളാഹു പഠിപ്പിച്ചു. അതേ ആയത്തിലൂടെ പറഞ്ഞു മനുഷ്യരോട് അവരുടെ ജീവിതം എന്താണെന്ന്. കമസലി ഉയ്സിൻ അജബൽ കുഫാര നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറാ സുമ്മ യകൂനു ഹുതാമാ. അത് പുതുമഴയത്ത് മുളച്ചതായ സസ്യം പോലെയാ. കമസലി ഉയ്സിൻ ഒരു മഴ പോലെയാണ്. അജബൽ കുഫാര നബാതുഹു, ആ പുതുമഴയത്ത് സസ്യങ്ങൾ മുളച്ചു വരുമ്പോ കർഷകർ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രംഗമാണ്. ആ സസ്യം ഇങ്ങനെ വളർന്നു വന്നാൽ പിന്നീട് അതിനൊരു മഞ്ഞ നിറം ബാധിക്കാനുണ്ട്. ഒരു കാറ്റടിച്ചു വന്ന് വീശുന്നതോടുകൂടെ ആ സസ്യം പരിപൂർണമായി നുരുമ്പി പോകുന്ന പോലെയാണ് മനുഷ്യ നിന്റെ ജീവിതം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുമ്പോ തന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് മടക്കി പിടിച്ച കൈകളുമായി നൂലിന്റെ വശമില്ലാതെ കരയാൻ മാത്രം അറിയുന്ന രീതിയിൽ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണ മനുഷ്യരല്ലേ. പിന്നീട് അവൻ എഴഞ്ഞു നടക്കുന്ന അവന്റെ ക്രൗളിംഗ് സ്റ്റേജും കഴിഞ്ഞുകൊണ്ട് പിന്നീട് മുട്ടി നടക്കുന്ന പ്രായം കഴിഞ്ഞ് യൗവനം കഴിഞ്ഞ് ബാലത്തിന്റെ പടികളിലൂടെ അവൻ കടന്നു വന്നവന്റെ മധ്യവയസ്കതയും കഴിഞ്ഞു പോകുമ്പോ പിന്നീട് അവനൊരു വാർദ്ധക്യം വരാനുണ്ട്. ആ സസ്യത്തിന് മഞ്ഞ നിറം ബാധിക്കുന്ന പോലെ മനുഷ്യ നിനക്കും വാർദ്ധക്യം വരാനുണ്ട്. അന്ന് അല്ലാഹുവിന്റെ മലക്ക് വന്ന് വിളിക്കുമ്പോ അതോടുകൂടെ നിന്റെ ജീവിതം അവിടെ അവസാനിക്കുകയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ ഇത് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. വില്യം ഷേക്സ്പിയർ ദ വേൾഡ് സ്റ്റേജ് എന്ന് പറഞ്ഞൊരു പോയട്രി എഴുതി. അതിൽ അദ്ദേഹം പറഞ്ഞു, മനുഷ്യന്റെ 7 നാടകത്തിന്റെ 7 രംഗങ്ങളാണ് അവന്റെ ജീവിതം എന്ന്. അത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുവിരൽ സമുദ്രത്തെ മുക്കിക്കൊണ്ട് ചോദിച്ചു, ഇതിൽ എത്ര വെള്ളമുണ്ട്? അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ നിങ്ങളുടെ ജീവിതം. ബാക്കി വിശാലമായി കിടക്കുന്ന അനന്തസാഗരം അത് മുഴുവനും നാളെയുടെ ജീവിതമാണ്. ഒരു സൂചിയെങ്ങാനും വെള്ളത്തിൽ മുക്കിയാൽ അതിന്റെ ദ്വാരത്തിൽ കാണുന്ന വെള്ളം, ബാക്കി നിലക്കാതെ അലയടിച്ചു കൊണ്ടിരിക്കുന്ന സാഗരം, അത് മുഴുവനും നാളെയുടെ ശാശ്വതമായ ജീവിതമാണെന്ന് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, കുൻ ഫി ദുനിയാ കഅന്നക ഖരീബ് ഔ ആബിറു സബീൽ. കുന്നി ആയി തീരണേ ഫി ദുനിയാ ഭൗതിക ലോക ജീവിതത്തിൽ കഅന്നക ഖരീബ് ഒരു അപരിചിതനെ പോലെ ആയി തീരണേ ഔ ആബിറു സബീൽ അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ നിങ്ങൾ ആയിത്തീരണേ. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാനുള്ള കാരണം, ഒരു വഴിയാത്രക്കാരൻ അവന്റെ യാത്രക്കിടയിൽ ഒരു ടെന്റ് കെട്ടുമ്പോ അത് ശാശ്വതമായി ചിന്തിക്കണം എന്ന ഉദ്ദേശത്തോട് കൂടെയാണോ? അല്ല, മറിച്ച് ഒരു ദിവസത്തിന്റെ അവന്റെ രാത്രിയുടെ അന്നത്തെ അന്ത്യം മാത്രമാണ് അവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അന്ന് രാത്രി കഴിച്ചു കൂട്ടണമെന്ന് മാത്രമേ മനുഷ്യൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നതുപോലെയാണ് നിങ്ങളുടെ ഇഹലോക ജീവിതം എന്ന്
അങ്ങനെ കാണാൻ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ഭൗതിക ലോക ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പ് നമുക്ക് വേണം. അല്ലാഹുവിന്റെ മലായികത്തുകൾ വന്ന് വിളിക്കുമ്പോൾ ഒരു വിശാലമായ ഒരു യാത്ര പോകാൻ വേണ്ടി കാത്തിരിക്കുക. ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യണ്ട, അല്ലെ വസ്ത്രം പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വാഹനം മുൻകൂട്ടി ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു യാത്ര പോവുക, പിന്നീട് തിരിച്ചു വരണോ വേണ്ട. അങ്ങനത്തെ ഒരു യാത്രക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ള സാദ്, അല്ലേ, സാധാരണ ഗൾഫിലേക്ക് പോകുന്നവർ പാക്ക് ചെയ്ത ഭക്ഷണം കൊണ്ടുമ്പോൾ നമുക്ക് ആ ഭക്ഷണമല്ല വേണ്ടത്, ആ ഭക്ഷണമല്ല വേണ്ടത്. ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറോവമാരെ പോലെ അവരുടെ കൂടെ വാളും പരിചയം ഭക്ഷണം കൊണ്ടുപോയി നമ്മളെ മറവ് ചെയ്യുന്നില്ല. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി നമുക്ക് പോകണം. അതിനെന്ത് വേണം? ദുനിയാവിൽ വെച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഭൗതിക ലോക ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിച്ചാലേ ശരിയാവുകയുള്ളൂ. നമ്മുടെ ആരാധനാ രംഗങ്ങളിൽ, നമ്മുടെ സാമൂഹ്യ സേവന രംഗങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക ലോകത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും അതിനു വേണ്ടിയിട്ടുള്ള ആരാധനാലയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? തീർച്ചയായും നമ്മുടെ ഭൗതിക ലോക ജീവിതത്തിൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ആരാധനാ മേഖലകളിൽ നമുക്ക് ശ്രദ്ധയില്ല. പലപ്പോഴും വീട്ടിൽ വെച്ചൊന്ന് നമസ്കരിക്കാലോ, അല്ലെ? അങ്ങനെ കുറെ ആളുകളുണ്ട്, നിസ്കരിക്കുന്നുണ്ടല്ലോ, അത് മതി, മറ്റവർക്ക് അതുമില്ല. അല്ലെ, സാധാരണ പറയലുണ്ട് അള്ളാഹു നിസ്കാരം 50 പിന്നെ മുഹമ്മദ് നബി റെക്കമെൻഡ് ചെയ്തിട്ട് 5 ചേകന്റെ ഒരു 3 നീ അത് ഇല്ലാണ്ടാക്കി എന്ന് പറയും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് മനുഷ്യന്. അങ്ങനത്തെ ആളുകളുണ്ട്. ഇനിയിപ്പോ ചേകന്റെക്കാളും കഷ്ടമായിട്ട് ഒക്കെ കൂടെ ഒന്നിച്ച് കോഴി ചക്രവർത്തന പോലെ ഒന്നിച്ചൊരു നിസ്കാരം അവസാനം വന്നിട്ട് ഇതൊന്നുമില്ല. സമയബന്ധിതമായി നിങ്ങൾക്ക് വേണ്ടി നിർണയിക്കപ്പെട്ട നമസ്കാരം ഉണ്ടോ? ഇതൊന്നും നമ്മൾ കേൾക്കാത്തതിന്റെ കുറവല്ല, നമ്മൾ പഠിക്കാത്തതിന്റെയും കുറവല്ല. അള്ളാഹുവിന്റെ പള്ളികളിൽ വന്നുകൊണ്ട് നമസ്കാരത്തിന് ഹാജരാകണമെന്ന് പഠിപ്പിച്ചൊരു മതത്തിന്റെ അനുയായികൾ എന്തുകൊണ്ട് ആ പള്ളിയിലേക്ക് വരുന്നില്ല എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് ആളുകൾ ഉണ്ടാവും. പല പള്ളിയിലും ഇമാം മഅ്മൂമും തമ്മിൽ ഭയങ്കര സ്നേഹ സൗഹാർദ്ദം. കാരണം അടുത്തല്ലാണ്ട് നിൽക്കില്ല, ഒരാളെ ഉണ്ടാവുള്ളൂ മഅ്മൂമായിട്ട്, രണ്ടാമതൊരാളുണ്ടെങ്കിൽ ഒന്ന് വിട്ടുകൊള്ളു, അല്ലേ? അങ്ങനത്തെ പോലും അവസ്ഥയിലേക്ക് ഇനിയിപ്പോ മഴയുടെ സീസൺ വന്നു, മഴച്ചാറിൽ വന്നു, അപ്പോഴും നമ്മൾ പിന്നാക്കം, മഴയാണ് വരാൻ പറ്റിയില്ല. ആടോ, നമ്മളൊന്നും കേൾക്കാത്തതിന്റെ കുറവില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന അന്ധനായ സഹാബി കടന്നു വരുന്ന ഒരു രംഗമുണ്ടല്ലോ. അദ്ദേഹം പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു, ലൈസലീ ഖായിദു യഖൂദനി, എന്നെ നയിച്ചു കൊണ്ടുവരാൻ ഒരു നായകനില്ലല്ലോ. അദ്ദേഹത്തിന് 2 കണ്ണും കാണില്ല. എന്നിട്ട് അദ്ദേഹം പറയാ, എന്നെ പള്ളിയിലേക്ക് നയിച്ചു കൊണ്ടുവരാൻ ഒരു നായകനില്ലല്ലോ, അതുകൊണ്ട് വീട്ടിൽ വെച്ച് നമസ്കരിക്കാൻ എനിക്ക് ഇളവ് ചെയ്തു തരണമെന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് ചെയ്തു കൊടുക്കുകയാണ്. എന്നാൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം അങ്ങ് തിരിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഹൽ സമയത്തുമുൻ നിദാഅ ബിസ്സലാ, നമസ്കാരം കൊണ്ടുള്ള വിളിയെ താങ്കൾ കേൾക്കുമോ അബ്ദുല്ലാഹ്? നമസ്കാരം കൊണ്ടുള്ള വിളിയെ താങ്കൾ കേൾക്കുമോ? അഥവാ ബാങ്ക് താങ്കൾ കേൾക്കാറുണ്ടോ? ഉടനെ തന്നെ അദ്ദേഹം പറയുന്നു, അതേ റസൂലേ. എങ്കിൽ പ്രവാചകൻ പഠിപ്പിക്കുന്നു, ഫഅജിബ്, എങ്കിൽ നീ അതിന് ഉത്തരം നൽകണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുമ്പോ ആലോചിക്കണ്ട, ശാരീരികമായി യാതൊരു പ്രയാസവുമില്ലാതെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ട് അവന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ, നമസ്കാരത്തിലേക്ക് വരണേ, വിജയത്തിലേക്ക് വരണേ എന്ന് പള്ളികളിൽ നിന്ന് വിളിക്കുമ്പോ എന്തേ മനുഷ്യൻ അതിന് മറുപടി കൊടുക്കുന്നില്ല? നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഭൗതിക ലോക ജീവിതത്തിൽ ആരാധനകളിൽ നിന്ന് മനുഷ്യൻ പാടെ വിട്ടുപോകുമ്പോ ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി അവതരിച്ചിട്ട് അതിനെ നിത്യജീവിതത്തിലൂടെ പാരായണം ചെയ്യുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിലൂടെ? അതിന്റെ അർത്ഥം പഠിച്ചവർ എത്ര ആളുകളുണ്ട്? അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന എത്ര ആളുകളുണ്ട്? ഇതൊക്കെ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യൻ അതർപ്പതിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? നേരെ മഗ്‌രിബ് സമയത്ത് ഒരു വീട്ടിൽ കയറി ചെന്നാൽ വീട്ടിലുള്ള പെണ്ണുങ്ങൾ വല്ലാത്ത കരച്ചിലല്ലേ? പുറത്തുനിന്ന് കണ്ട ഒരാൾ വിചാരിക്കും, പടച്ചോനെ ഇവിടെ ആരും ഒരാൾ മരിച്ചിട്ടുണ്ട്.
സംഭവം മറ്റൊന്നുമില്ല, അവിടെ സീരിയൽ ഉണ്ടാവും, അത് കണ്ടുകൊണ്ട് ഇങ്ങനെ കരയും. ആരാൻ അഭിനയിച്ച് കണ്ടിട്ട് ഇങ്ങനെ കരയുന്നൊരു കൗം അല്ലേ? ആ നേരത്ത് ഖുർആൻ ഓതാൻ വന്നില്ല, അത് ഇബ്ലീസിന്റെ പെട്ടിയും തുറന്നുകൊണ്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ.